കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, വിശേഷിച്ചും ചാനലുകൾ, സമൂഹത്തിന് വിരുദ്ധമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം സഞ്ജു സാംസന്റെ നേട്ടം. ഇത് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അത് നേടിയ നിമിഷങ്ങളിൽ ആഘോഷിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിരിക്കും, സാംസൺ. ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതവും ലക്ഷ്യവും സ്വപ്നവും എല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ ആ ആവേശത്തള്ളലിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രതികരണമാണ്, ന്യൂസിലൻഡിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് അറിയാമായിരുന്നു, പ്രതികാരം ചെയ്യണം, അതാണ് സാംസണിൻ്റെ മകൻ. അത് ഒരച്ഛനെന്ന നിലയിൽ ആ ഒരു നിമിഷത്തിലെ സന്തോഷത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷേ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഉയർത്തിക്കാട്ടുന്നത് ഈ പ്രതികാരം ചെയ്യണം, അതാണ് സാംസണിൻ്റെ മകൻ എന്നുള്ളതാണ്. അതിനെ ഏതൊരു മഹത്വവൽക്കരിച്ച രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ നാം സഞ്ജു സാംസണിൽ കണ്ടത് പ്രതികാരത്തിൻ്റെ നിമിഷങ്ങളായിരുന്നില്ല, മറിച്ച് തന്നിലെ പോരായ്മയുള്ള ഭാഗം സ്വയം കണ്ടെത്തി അറിയാവുന്നവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ച് തന്നിലെ കളിക്കാരനെ മെച്ചപ്പെടുത്തി ശാന്തനും സമാധാന നിലയിലുമുള്ള ഒരു സഞ്ജുവിനെയാണ് നാം ഇന്നലെ ആ സ്റ്റേഡിയത്തിൽ കണ്ടതും. അതേ ശാന്തതയും സമാധാനവും കൈവടിയാതെയാണ് ഉടനീളം സഞ്ജു പെരുമാറിയത്. ഇവിടെ ഈ അച്ഛൻ്റെ ആവേശത്തളലിൽ പറഞ്ഞ ആ ഒരു പ്രതികരണം, ഇത് മാധ്യമങ്ങളെടുത്ത് വല്ലാത്ത ഒരു ആഘോഷമാക്കി മാറ്റുമ്പോൾ പ്രതികാരം ചെയ്യൽ മഹത്വവൽക്കരിക്കുകയും അതോടൊപ്പം കളിയുടെ ലക്ഷ്യം തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമായി മാറുകയും ചെയ്യും. കളിയുടെ ലക്ഷ്യം സഞ്ജു വളരെ വ്യക്തമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് അവനവനിലെ ശേഷിയെ പരമാവധി മിനുസപ്പെടുത്തി പുറത്തെടുക്കുക. അപ്പോൾ സംഭവിക്കുന്നതാണ് അത്ര മികവില്ലാത്തവരുടെ തോൽവി. അല്ലാതെ ഒരു കളിക്കാരൻ്റെ ലക്ഷ്യവും അത് തന്നെയാകണം. അതുപോലെ തന്നെയാണ് ഒരു മാധ്യമത്തിൻ്റെ ലക്ഷ്യവും. മാധ്യമത്തിന് ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തനം നടത്തുക എന്നതായിരിക്കണം ലക്ഷ്യം. മറിച്ച് മറ്റുള്ള ചാനലുകളെ പരാജയപ്പെടുത്തി മുന്നേറുക എന്ന സമീപനം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷലിപ്തത തങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൽ കടന്നു വരുന്നത്.